നമസ്കാരം. ഇന്ദുലേഖ. മലയാള നോവൽ സാഹിത്യം ഭാഷകളെയും വൻകരകളെയും കടന്ന് വളർന്നു കഴിഞ്ഞു. ആ മുന്നേറ്റത്തിൻ്റെ തുടക്കം ഇന്ദുലേഖയിൽ നിന്നായിരുന്നു. മലയാള ഭാഷയിലെ ആദ്യ ലക്ഷണയുക്തമായ നോവലിൽ നിന്ന് അങ്ങനെ ഒയ്യാരത്ത് ചന്തുമേനോൻ മലയാള നോവൽ സാഹിത്യത്തിൻ്റെ തലതൊട്ടപ്പനായി തീർന്നു. 1847 ജനുവരി 9 അദ്ദേഹം ജനിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ചന്തുമേനോൻ 17ാമത്തെ വയസ്സിൽ കോടതി ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. പടിപടിയായി ഉയർന്ന് അദ്ദേഹം സബ് ജഡ്ജി വരെയായിത്തീർന്നു. എഴുതി തീർത്തത് ഇന്ദുലേഖ എന്ന നോവൽ മാത്രം. ശാരദ മുഴുവിപ്പിക്കും മുൻപ് മരണം കടന്നുവന്നു. 1899 സെപ്റ്റംബർ 7 ഇന്ദുലേഖ എന്ന ഒറ്റ നോവൽ കൊണ്ട് അദ്ദേഹം തൻ്റെ സാഹിത്യ സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. നോവലിൻ്റെ സൗന്ദര്യവും ശക്തിയും മാത്രമല്ല ഇന്ദുലേഖയിൽ പ്രതിഫലിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വൈദ്യുത പ്രസരം പോലെ ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ മലയാളിക്ക് തന്നു. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ മറികടക്കുന്നു. ചന്തുമേനോനോടും അദ്ദേഹത്തിൻ്റെ മാനസപുത്രി ഇന്ദുലേഖയോടും നാം കടപ്പെട്ടിരിക്കുന്നു. കേൾക്കാം ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു രാജാവിൻ്റെ മകളാണ് ഇന്ദുലേഖ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയോടൊപ്പം. ഇന്ദുലേഖ വലിയമ്മാവൻ പഞ്ചുമേനോൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. വിദ്യാസമ്പന്നയായ യുവതിയാണവൾ. അതിസുന്ദരി. വലിയച്ഛൻ്റെ മരുമകൻ മാധവനും ഇന്ദുലേഖയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. മറ്റു വിവാഹാലോചനകൾക്കൊന്നും അവൾ സമ്മതിച്ചില്ല. മാധവൻ BL പരീക്ഷ 1ാം ക്ലാസ്സിൽ പാസ്സായി മദ്രാസിൽ നിന്നും മടങ്ങിയെത്തി. അതോടെ ഇന്ദുലേഖയുമായി കൂടുതൽ അടുത്തു. അവർ കാണുന്നതും സംസാരിക്കുന്നതുമൊന്നും പഞ്ചുമേനോന് ഇഷ്ടമല്ല. മാധവനും അയാളും തമ്മിൽ തീരെ ചേരില്ല. ഒരിക്കൽ അവർ തമ്മിൽ പരസ്യമായി വഴക്കുണ്ടായി. ഇന്ദുലേഖയെ നിനക്ക് തരില്ല. പഞ്ചുമേനോൻ പ്രതിജ്ഞയെടുത്തു. ഇന്ദുലേഖയെ വേറെ വിവാഹം കഴിപ്പിക്കാൻ പഞ്ചുമേനോൻ പരക്കം പാഞ്ഞു. അതറിഞ്ഞ മാധവൻ കുറേ നാളത്തേക്ക് മദ്രാസിലേക്ക് മാറി നിൽക്കാൻ തീരുമാനിച്ചു. പിരിയില്ല എന്ന് പരസ്പരം വാക്ക് പറഞ്ഞ് മാധവനെ ഇന്ദുലേഖ യാത്രയാക്കി. അതുകൊണ്ടൊന്നും പഞ്ചുമേനോൻ്റെ അരിശം തീർന്നില്ല. ഇന്ദുലേഖയ്ക്ക് പറ്റിയ ഒരു വരനെ പഞ്ചുമേനോൻ കണ്ടുപിടിച്ചു. കണ്ണഴി മൂർക്കില്ലത്ത് മനയ്ക്കൽ സൂര്യ നമ്പൂതിരിപ്പാട്. ആരു കണ്ടാലും ഓക്കാനിച്ചു പോകും. അത്രയ്ക്കുണ്ട് അഴക്. ഒരു കുതിരമുഖൻ സ്ത്രീലമ്പടൻ. പക്ഷേ ദോഷം പറയരുതല്ലോ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. തേവിടിച്ചുകളെ വിട്ട് തിരുമേനിക്ക് ഊണോ ഉറക്കമോ ഇല്ല. സൂര്യ നമ്പൂതിരിയെ പഞ്ചുമേനോൻ ആളയച്ചു വരുത്തി. ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ചു കേട്ടതും നമ്പൂതിരി ഒരുങ്ങി പുറപ്പാടായി. ഒരു പരിവാര സൈന്യം കൂടെയുണ്ട്. അവർ പഞ്ചുമേനോൻ്റെ ഭവനമായ ചെമ്പഴിയോട്ട് തറവാട്ടിലെത്തി. ഇന്ദുലേഖ ഇതൊന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ കാണാൻ മാളിക മുകളിലേക്ക് ചെന്നു. സർവാഭരണ വിഭൂഷിതൻ. 10 വിരലിലും കല്ലുവെച്ച മോതിരങ്ങൾ, സ്വർണ്ണക്കുമിഴ്, മെതിയടി, തുപ്പിയും തുപ്പട്ടയും, മുഖത്ത് ശൃംഗാരവും, ആകെ കെങ്കേമം തന്നെ. വിവരമോ വിദ്യാഭ്യാസമോ വഴിയെ പോയിട്ടില്ലാത്ത ആ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മുൻപിൽ ഇലിഭ്യനായി. സാവധാനം പടിയിറങ്ങി. ഇന്ദുലേഖയെ വേലിക്ക് കിട്ടില്ല എന്നറിഞ്ഞതോടെ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയിലായി ആ വിടൻ്റെ കണ്ണ്. പഞ്ചുമേനോനും വല്ലാതെ വിഷമിച്ചു. ഒടുവിൽ ശീനുപ്പട്ടർ എന്നൊരു ശാന്തിക്കാരൻ്റെ മകൾ കല്യാണിക്കുട്ടിയെ കെട്ടിക്കൊടുത്തപ്പോഴേ ആ മർക്കടൻ അടങ്ങിയുള്ളൂ. ഇന്ദുലേഖയെ വേലി കഴിച്ചു എന്നാണ് നാട്ടിലാകെ പാട്ടായത്. മദ്രാസിൽ നിന്ന് മടങ്ങി വരുന്ന മാധവനും ആ കഥ കേട്ടു. വീട്ടിലേക്ക് വരും വഴി വേലി സദ്യ കഴിച്ച് മടങ്ങുന്ന ചിലരും ഇന്ദുലേഖയെ സൂര്യ നമ്പൂതിരിപ്പാട് വേലി കഴിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ട് തകർന്നു പോയ മാധവൻ വീട്ടിൽ പോകാതെ മടങ്ങിപ്പോയി. ആദ്യം ബോംബെക്ക്, അവിടെ നിന്നും കപ്പലിൽ കൽക്കട്ടയിലേക്ക്. മാധവൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇന്ദുലേഖയും മറ്റുള്ളവരും അറിഞ്ഞു. അവർ വളരെ വിഷമിച്ചു. മാധവനെ തിരക്കി ബോംബെയിലേക്ക് ആളുപോയി. വളരെ നാൾ കഴിഞ്ഞാണ് കൽക്കട്ടയിൽ നിന്നും മാധവൻ വീണ്ടും ബോംബെയിലെത്തിയത്. അവിടെ വെച്ച് നാട്ടിൽ നിന്ന് വന്നവരെ കണ്ടുമുട്ടി. വിവരങ്ങൾ അറിഞ്ഞ് കേരളത്തിലേക്ക് പോന്നു. മാധവൻ മടങ്ങി വന്നതോടെ ഇന്ദുലേഖയുടെ കണ്ണുനീർ തോർന്നു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അതുകണ്ട് പഞ്ചുമേനോനടക്കം എല്ലാവരും സന്തോഷിച്ചു. പരസ്പരം കണ്ടപ്പോൾ ഇന്ദുലേഖയും മാധവനും കരഞ്ഞുപോയി. അവർ വികാരവിവശരായി വിവാഹം കഴിച്ച് അവർ മദ്രാസിലേക്ക് യാത്ര തിരിച്ചു. കഥ അവസാനിക്കുന്നു. നന്ദി.